നമസ്കാരം. KMCN വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചേർത്തലയിൽ നടന്ന മൈക്രോ തൊഴിൽ മേളയിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കാളികളായി. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് തൊഴിൽ മേള നടന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണം. പള്ളിപ്പുറം പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസെടുത്ത് പോലീസ്. വൈക്കം വെട്ടിക്കാട്ടുമുക്ക് പാലത്തിൽ നിന്ന് മാറ്റിൽ ചാടി കാണാതായ സ്കൂട്ടർ യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. മാന്നാർ പൂഴിക്കോൽ കരോട്ട് പുത്തൻപുരയ്ക്കൽ KN ബൈജുവിന്റെ മൃതദേഹമാണ് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് നിന്നും കണ്ടെത്തിയത്. 56 വയസ്സായിരുന്നു. സർക്കാർ ഓഫീസ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചേർത്തലയിൽ നടന്ന മൈക്രോ തൊഴിൽ മേളയിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കാളികളായി. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ് തൊഴിൽ മേള നടന്നത്. ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് മൈക്രോ തൊഴിൽ മേള നടന്നത്. ജില്ലാതലത്തിൽ നടന്ന മെഗാ തൊഴിൽ മേളകളുടെ തുടർച്ചയായിട്ടായിരുന്നു ജോബ് ഫെസ്റ്റ്. ചേർത്തല നഗരസഭ, തൈക്കാട്ടുശ്ശേരി, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് വേണ്ടിയാണ് തൊഴിൽ മേള നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിജ്ഞാന കേരളം എന്നതുകൊണ്ട് വിഭാവനം ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വളരെ മുന്നേ ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് 4 ജോബ് ഫെയർ എന്ന് സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ട് വിജ്ഞാന ആലപ്പുഴയുടെ ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. അവിടെ 1200ഓളം പേർക്ക് നമുക്ക് ജോലി കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. ഒരുപക്ഷെ അന്ന് ഒരു 4000-5000-ഓളം തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു. ഈ തൊഴിലവസരങ്ങൾക്കനുസരിച്ചുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതിന് ഉദാഹരണം, നമ്മളിപ്പോൾ BTech പാസ്സായിട്ടുള്ളവരുണ്ടാവും, MTech പാസ്സായിട്ടുള്ളവരുണ്ടാവും, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുണ്ടാവും, ഡോക്ടറേറ്റ് PhD എടുത്തവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കമ്പനി ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ നന്നായിട്ട് BTech പാസ്സായ ഒരാൾ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിക്ക് അവരുടെ ആവശ്യമാണ്. പക്ഷേ ക്വാളിഫിക്കേഷനെ ആസ്പദമാകൊണ്ട് കേരളത്തിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളമല്ലാതെ വേറെ ഒരു ഭാഷയിൽ നമ്മൾ ആരും പ്രയോഗിക്കാനൊന്നും തയ്യാറാവുന്നില്ല. നമ്മളത് സംസാരിച്ചാലൊക്കെ ഒരുപക്ഷെ നമ്മൾ ആരും തയ്യാറാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ സ്കില്ല് കൂടി കൊടുത്താലേ ഇവർക്ക് കമ്പനിക്കാർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റും. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ CK ഷിബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് മുഖ്യ അതിഥിയായി. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ VC, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രജിത, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PS ഷാജി, ബിനിത പ്രമോദ്, സജിമോൾ ഫ്രാൻസിസ്, അനന്തു രമേശൻ, മറ്റ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയ്കുമാർ, മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവരും പങ്കെടുത്തു. 20 സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കാളികളായത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണം. പള്ളിപ്പുറം പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസെടുത്ത് പോലീസ്. ചേന്നപ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് മെമ്പർ ശ്രീമതി നൈസി ബെന്നി തൻ്റെ വാർഡായ 16-ാം വാർഡിൽ ഷാലിമാർ പുൽപ്പശ്ശേരി റോഡ് MGNRGS വർക്കിൽപ്പെടുത്തി ചെയ്യുകയും അതിൽ ആ വർക്കിൽ നിൽക്കാത്തവരുടെ പേര് മസ്റ്ററോളിൽ ഒപ്പിട്ടുകൊണ്ട് ഏകദേശം 19ഓളം പേരടങ്ങുന്ന ആൾക്കാരുടെ പേര് മസ്റ്ററോളിൽ ഒപ്പിട്ടുകൊണ്ടാണ് ഈ പണം അപഹരിച്ചതായിട്ട് കമ്മിറ്റിക്ക് തെളിഞ്ഞത്. ഇത് ഓംബുഡ്സ്മാനും അതുപോലെ വിജിലൻസ് ഉൾപ്പെടെ പഞ്ചായത്ത് കമ്മിറ്റി പരാതി കൊടുത്തിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് അജണ്ട വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഇവർക്കെതിരെ വ്യാജരേഖ ചമച്ചതിന് കേസ് കൊടുക്കുവാനും അതേപോലെ തന്നെ ഇവരെ അയോഗ്യയാക്കുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് കൊടുക്കുവാനും തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസ് കൊടുക്കുകയും ഇപ്പോൾ അത് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ജനപ്രതികളെല്ലാം തന്നെ ധാർമ്മികതയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു കളവ് നടത്തി അല്ലെങ്കിൽ വ്യാജരേഖ ചമച്ച് ഞങ്ങളുടെ ഇവിടുത്തെ ജനകീയ ഹോട്ടലിലെ ജീവനക്കാരുടെ ഉൾപ്പെടെ പേരുകൾ ഇട്ടുകൊണ്ടാണ്, അവരുടെ വ്യാജ ഒപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ പണം തിരിമറി നടത്തിയിട്ടുള്ളത്. അതിനെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. ബന്ധപ്പെട്ട നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇതിനെതിരെ വളരെ നല്ല രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ ഇവർ രാജി വെച്ചുകൊണ്ട് ഈ മെമ്പർ സ്ഥാനം ഉപേക്ഷിച്ച് രാജിവെക്കണമെന്നുകൂടി പഞ്ചായത്ത് കമ്മിറ്റി ഇവരോട് ആവശ്യപ്പെടുകയുണ്ടായി.
ഇതിന് ശക്തമായിട്ടുള്ള സമര പരിപാടികൾ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. തീർച്ചയായും ധാർമ്മികയുടെ പേരിൽ ഇവർ രാജിവെച്ച് പിന്മാറണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് പറയാനുള്ളത്. ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ നൈസി ബെന്നിക്കെതിരായാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന പരാതിയിൽ ചേർത്തല പോലീസ് കേസെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷിന്റെ പരാതിയിലാണ് നടപടി. 16-ാം വാർഡിലെ തട്ടാംപറമ്പ് പുലിപ്ര ഷാലിമാർ റോഡ് നിർമ്മാണത്തിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. മസ്ട്രോളിൽ പേരുള്ളവരിൽ ജോലി ചെയ്യാത്തവരുടെ ഒപ്പിട്ട് വ്യാജരേഖ ചമച്ച് പണം തട്ടിയെന്നും തൊഴിലാളികളുടെ അക്കൗണ്ടിൽ എത്തിയ പണം വാങ്ങിയെന്നും ആരോപിച്ചാണ് കേസ്. നേരത്തെ ഓംബുഡ്സ്മാനും വിജിലൻസിനും നൽകിയ പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തി. തുടർന്ന് ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം പലിശ സഹിതം തിരിച്ചടച്ചിരുന്നു. എന്നാൽ വ്യാജരേഖ ചമച്ചു എന്നാരോപിച്ച് പഞ്ചായത്ത് കമ്മിറ്റി ക്രിമിനൽ നടപടിക്ക് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ചേർത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വൈക്കം വെട്ടിക്കാട്ടുമുക്ക് പാലത്തിൽ നിന്നും ആറ്റിൽ ചാടി കാണാതായ സ്കൂട്ടർ യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. മാന്നാർ പൂഴിക്കോൽ കരോട്ട് പുത്തൻപുരയ്ക്കൽ കെയിൻ ബൈജുവിന്റെ മൃതദേഹമാണ് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് നിന്നും കണ്ടെത്തിയത്. 56 വയസ്സായിരുന്നു. മൂവാറ്റുപുഴയാറിന്റെ കാട്ടിക്കുന്ന് തീരത്ത് പാലാക്കരി ഫിഷ് ഫാമിന് സമീപം പൊങ്ങിയ നിലയിലാണ് ശനിയാഴ്ച ഉച്ചയോടെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്ക് പാലത്തിൽ നിന്നും ലൈറ്റിട്ട് പാർക്ക് ചെയ്തിരുന്ന നിലയിൽ ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും ഇതിനു സമീപത്തു നിന്നും ഇയാൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പും കണ്ടെത്തിയതോടെയാണ് ആറ്റിൽ ചാടിയതാകാമെന്ന സംശയം ഉയർന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും വെള്ളിയാഴ്ച രാവിലെ മുതൽ രാത്രി വൈകിയും മൂവാറ്റുപുഴയാറ്റിൽ തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല. ശനിയാഴ്ച രാവിലെ മുതൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുന്നതിനിടെയാണ് മൃതദേഹം കാട്ടിക്കുന്ന് ഭാഗത്ത് പൊങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വൈക്കം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായ ബൈജു വീടും സ്ഥലവും വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കൊടുങ്ങല്ലൂരിലുള്ള സുഹൃത്തിനെ കാണാനെന്ന് പറഞ്ഞ് വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും പോയതാണ്. ഏറെ നേരം കഴിഞ്ഞും കാണാതാവുകയും ഫോണിൽ വിളിച്ചിട്ട് ലഭിക്കാതെ വന്നതോടെയും ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടർ കോട്ടയം എറണാകുളം പ്രധാന റോഡിലെ തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്ക് പാലത്തിൽ നിന്നും കണ്ടെത്തിയത്. സർക്കാർ ഓഫീസ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. കഴിഞ്ഞ പല ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് കയറുന്ന ആ ഭാഗത്തെ ഗ്രില്ലാണ്. അത് ഞങ്ങൾ കൂട്ടാറില്ലായിരുന്നു. അത് മെയിൻ ബിൽഡിങ്ങെ പൂട്ടി പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇതിനകത്ത് മുഴുവൻ തുറന്നകത്ത് കയറി കിടന്നു വെച്ച് മലമൂത്ര വിസർജനം ചെയ്ത് ഞങ്ങൾക്ക് കയറാൻ വയ്യാത്ത പരുവത്തിലാക്കി. ഒരാളിനെ നിർത്തി അത് മുഴുവൻ തേച്ച് കഴിയൊക്കെ കളയുമായി. ഉടനെ തന്നെ താഴെ കൊണ്ടിട്ട് പൂട്ടുകയും ചെയ്തു. ഇന്ന് വീണ്ടും ആ സ്റ്റെപ്പയിലെല്ലാം അതേ കാര്യം ചെയ്തു വെച്ചേക്കാൻ ഇന്നും അതെല്ലാം തേച്ച് കഴിക്കേണ്ടത് വന്നിരിക്കുകയാണ്. നമ്മൾ പലതവണ പോലീസ് സ്റ്റേഷനിൽ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയത് ഞങ്ങൾക്ക് ഓഫീസിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിർത്തി കിട്ടും. അതാണ് ഞങ്ങളുടെ ആവശ്യം. കക്കാഴം റെയിൽവേ മേൽപ്പാലത്തിന് താഴെ പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് ബ്രിഡ്ജസ് ഡിവിഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസ് പരിസരമാണ് മദ്യപാനികളും സാമൂഹ്യവിരുദ്ധരും കൈയടക്കിയിരിക്കുന്നത്. ഇതിനു സമീപം അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. രാവിലെ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ ഓഫീസിനുള്ളിലേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. പിന്നീട് ഓഫീസിന് മുൻവശം വൃത്തിയാക്കിയ ശേഷമാണ് അകത്ത് കയറുന്നത്. ഇത് നിത്യസംഭവമായതോടെ പലതവണ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ജീവനക്കാർ പറയുന്നു. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്പടിക്കുന്ന ഇവിടം സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയാൽ ഓഫീസ് പരിസരത്തെ മദ്യപാനവും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവും ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. കരുവാറ്റ താമല്ലാക്കൽ സൈനികന്റെ വീട് കുത്തിത്തുറന്ന് പണവും സ്വർണവും മോഷ്ടിച്ച സംഭവം. കുപ്രസിദ്ധ മോഷ്ടാവ് സതീഷ് എന്ന് വിളിക്കുന്ന റഫീഖ് പോലീസ് പിടിയിലായി. ഈ മാസം 6-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കരുവാറ്റ താമല്ലയ്ക്കൽ സൈനികന്റെ വീട് കുത്തിത്തുറന്ന് 16 പവൻ സ്വർണവും 2500 രൂപയും ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു. കൊല്ലം സ്വദേശിയായ സതീഷ് എന്ന വിളിക്കുന്ന റഫീഖാണ് പ്രതി. ബന്ധുവീട്ടിൽ പോയിരുന്ന വീട്ടുകാർ തിരിച്ചു വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തുകയുമായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി പ്രതിയെ ഭീമാപ്പള്ളി ഭാഗത്തു നിന്നും പിടികൂടി. ഇയാളുടെ പേരിൽ 80-ലധികം കേസുകൾ നിലവിലുണ്ട്. SI-മാരായ ശ്രീകുമാർ, ഷൈജു, ആദർശ്, സുജിത്ത്, ASI സംഗീത, SCPO രേഖ, CPO-മാരായ നിഷാദ്, സജ്ജാദ്, ആലപ്പുഴ നർക്കോട്ടിക് സെല്ലിലെ ഡാൻസ് ഓഫ് അംഗങ്ങളായ മണിക്കുട്ടൻ, ഷാജഹാൻ, ഇയാസ്, ദീപക് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്.
വേണ്ടത്ര പഠനങ്ങളോ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെയാണ് ചേർത്തല സെന്റ് മേരീസ് പാലത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാരോപിച്ച് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നിയമ നടപടികൾക്കൊരുങ്ങുന്നു. ഇതിന്റെ ആദ്യപടിയായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് പരാതി നൽകുവാൻ തീരുമാനിച്ചതായി സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പം ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഒരു നിരാശയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഇപ്പോഴും ഇവരുടെ കയ്യിലുണ്ടോയെന്നറിയില്ല. ഉദ്യോഗസ്ഥർക്കറിയില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലർമാർക്കറിയില്ല, വകുപ്പിന് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടോ എന്ന് പോലൊരു സംശയമുണ്ട്. ഇത് പറയാൻ കാരണം ഏകദേശം ഇതിൻ്റെ പണി ഏകദേശം 60% പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ അപ്രോച്ച് റോഡ് എവിടം വരെ വന്ന് നിൽക്കുമെന്നുള്ള വലിയ ആശങ്കയിലാണ്. നമുക്കറിയാം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഒരു 500 കിലോമീറ്റർ റേഡിയസിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു നഗരത്തിലെ രണ്ടായിട്ട് കീറിമുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പടിഞ്ഞാറ് വശത്തായിട്ട് അവിടെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, സെൻറ്റ് മേരീസ് സ്കൂളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡാണുള്ളത്. ഇതിനെയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മിനി സിവിൽ സ്റ്റേഷൻ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, മറ്റ് ഓഫീസുകളും കാര്യങ്ങളും എല്ലാം ഇതിനെ രണ്ടുമേനെയും വേർതിരിച്ച് പോകുന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ കൃത്യമായിട്ട് വകുപ്പ് ഇതിനൊരു ധാരണ ഉണ്ടാക്കണം. ജനത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാവണം. ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നുള്ള സംവിധാനം ചെയ്യണം. നമുക്കറിയാം, ഏകദേശം 4,15,00,000 രൂപയാണ് ഇതിൻ്റെ ഏകദേശം ടെൻഡറുകൾ വന്നിരിക്കുന്നത്. ഏകദേശം പകുതിയോളം തുക ഈ കരാറുകാരൻ കൈപ്പറ്റിയിട്ടുമുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞ് ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാലതാമസം വരുത്തുകയാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വിങ് ആരോപിച്ചു. നിർമ്മാണത്തിനായി അനുവദിക്കപ്പെട്ട തുകയുടെ പകുതിയിലേറെ കരാറുകാരൻ ഇതിനകം കൈപ്പറ്റിക്കഴിഞ്ഞുവെന്നും അപ്രോച്ച് റോഡുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണെന്നും സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. നഗരഹൃദയത്തിന് പലതായി കീറിമുറിക്കപ്പെടുന്ന രീതിയിലാകുമോ പാലത്തിന്റെ അവസാന പണികൾ എന്ന സംശയവും ഉയരുന്നു. പാലം പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ അധികാരികൾ മൗനം പാലിക്കുന്ന പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് സംഘടനാ നേതാക്കൾ. ഇതിന്റെ ആദ്യപടിയായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് പരാതി നൽകാൻ തീരുമാനിച്ചതായും സംഘടനാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതിപ്പോ ഈ ജില്ലയിലെ ഇവിടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ആര്യാട് ഡിവിഷനിലെ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ ഈ വിദ്യാർത്ഥികളുടെ ഒരു വലിയ സദസ്സാണ്. നിങ്ങൾ പഠനത്തിൽ പുലർത്തിയ ആ ഒരു വലിയ ഉന്നതമായ ആ മികവും അതിനെ തുടർന്നുണ്ടായ നിങ്ങളുടെ വിജയവും ആണ് നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോ കുട്ടിയും ഓരോ വലിയ അത്ഭുതങ്ങളാണ്. അത് സ്വാമി വിവേകാനന്ദൻ മുമ്പ് പറഞ്ഞ വാക്കുകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ കുട്ടികളെ കുറിച്ച് ഒരുപാട് അത്യസാധാരണമായ കഴിവുകളാണ് നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. നിങ്ങൾ പോലും ഒരുപക്ഷെ അറിയാത്ത നിങ്ങളുടെ ഒരുപാട് കഴിവുകൾ, ആ കഴിവുകളെ കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ പരിശീലിപ്പിച്ച് ഏറ്റവും മാറ്റുള്ളതാക്കി, ഏറ്റവും മികവുള്ളതാക്കി നിങ്ങളുടെ ആ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്നത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. കുറെ അറിവുകൾ ഇങ്ങനെ നിങ്ങളിൽ കുത്തി നിറച്ച് അറിവുകളുടെ ഒരു ഭാണ്ഡക്കെട്ടായി നിങ്ങളെ പുറത്തുവിടുന്ന ഒരു സമ്പ്രദായമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. തീർച്ചയായും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് വിജ്ഞാന വിവര ഒരു ശേഖരണത്തിന്റെ, അതിന്റെ സമ്പാദനത്തിന്റെ ഒക്കെ ഒരു വലിയ മേഖല ആണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിനൊക്കെ ഉപരി ഒരുപാട് സർഗപരമായ കഴിവുകൾ കൂടി കണ്ടെത്തുകയും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ മനസ്സിലാക്കി ആ മേഖലകളിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രാവീണ്യം, നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നത് എന്നതൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയുടെയും പ്രത്യേകിച്ചുള്ള കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്നിപ്പോ നടപ്പിലാക്കി വന്നിരിക്കുന്നത്. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത എന്നിവർ മുഖ്യ അതിഥികളായി.
ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ്, മണ്ണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമൈലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തിലകമ്മ വാസുദേവ്, സ്കൂൾ പ്രിൻസിപ്പൽ എൻ മഞ്ജു, ഹെഡ്മാസ്റ്റർ കെ അജയകുമാർ, PTA പ്രസിഡന്റ് വി വി മോഹൻദാസ്, പി വിനീതൻ, കെ രതീഷ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വിജയിയായ കുട്ടി ഗായകൻ ആവിർ ഭവ് ആദ്യമായി നായകനായി അഭിനയിക്കുന്ന ഗുജറാത്തി സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ചലോ ജവാബ് എന്ന സിനിമയിലാണ് കുട്ടി ഗായകൻ നായകനാകുന്നത്. മോൻ്റെ ഒരു പിക്ചറിൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ടോമിനോട് വരെ ഷെയർ ചെയ്തു. ടോം, എനിക്ക് ആ ക്യാരക്ടർ മോൻ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പുറം നടക്കില്ല, ഗുജറാത്തി ഭാഷ എങ്ങനെ പഠിക്കും, മലയാളി പയ്യൻ എന്ന് പറയുമ്പോൾ അത് എനിക്ക് വിട്ടേക്കു, എനിക്കറിയാൻ പഠിപ്പിക്കാം. ഒരു മലയാളി ഞാൻ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ഗുജറാത്തി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞു. ടോം ഫോൺ കട്ട് ചെയ്തു. ഞാൻ വെച്ചാൽ കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു വിചാരിച്ചു. പക്ഷേ ചാപ്റ്റർ കഴിഞ്ഞില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടോമിൻ്റെ കോൾ വന്നു, നമ്മൾ മറ്റന്നാൾ എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെല്ലണു, അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ കാണണു, ഞങ്ങൾ കോൺസെപ്റ്റ് പറയണു. മോനോടെ ഞാൻ ചോദിച്ചു, അച്ഛനോട് ചോദിച്ചില്ല, മോൻ ചെയ്യുമെന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. അതോടെ പടം ഓണായി. പിന്നെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. കാരണം ഞാനൊരു പ്രൊഡ്യൂസർ ലെവലിലേക്കൊന്നും ആയിട്ടില്ല. എന്നാലും നമ്മൾ അപ്രോച്ച് ചെയ്തവർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഗുജറാത്തിലൊക്കെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുമോ, ഇങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് ഗുജറാത്തിൽ അറിയാവുന്നിടത്തോളം കാര്യങ്ങൾ വെച്ച് ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സബ്സിഡി കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. 100ഓളം സ്കൂൾ കുട്ടികളും ഗുജറാത്തിലെ മുൻനിര താരങ്ങളായ നിസർഗ് ത്രിവേദി, വിശാൽ വൈശ്യ, ഹിരൺ പട്ടേൽ, ദീപ ത്രിവേദി, ഗൗരാംഗ് എന്നിവരും അഭിനയിക്കുന്നു. ഹം സിനിമാസിന്റെ ബാനറിൽ ഗൗരി ഗംഗ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കൾ സപ്തതരംഗ ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പരസ്യചിത്ര സംവിധായകനായ ഗംഗാപ്രസാദാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. 90% അഹമ്മദാബാദിൽ ചിത്രീകരിച്ച ചിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കേരളത്തിന്റെ ദൃശ്യഭംഗിയിലൂടെ അവതരിപ്പിക്കുകയാണ് സിനിമാ ടീം. ഒരു മലയാളി ആദ്യമായി സംവിധാനവും ആദ്യമായി നായകനുമാകുന്ന ഗുജറാത്തി ചിത്രമാണ് ചലോ ജവാബ്. ഒരു ഗുജറാത്തി സിനിമ ആദ്യമായി കേരളത്തിൽ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. പൂർണ്ണമായും കേരളത്തിൽ നിന്നുള്ള സാങ്കേതിക പ്രവർത്തകരെ ഒരുമിപ്പിച്ച് ചിത്രീകരിച്ച ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ കേരളത്തിലും ഗുജറാത്തിലുമായി പുരോഗമിക്കുന്നു. ജൂണിൽ റിലീസിംഗിനായി തയ്യാറെടുക്കുന്ന ആവിർഭവ ചിത്രമായ ചലോ ജവാബിനായി കാത്തിരിക്കുകയാണ് സിനിമ ആസ്വാദകർ. കുറച്ച് ഡൗട്ട് വന്നു, ഈ ഗുജറാത്തി എങ്ങനെ പറയും എന്നുള്ള ഡൗട്ട്. അപ്പം ഗംഗാ സാർ പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആക്ടിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലാംഗ്വേജ്. അപ്പോൾ ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ കൂടെ ജോയിൻ ചെയ്തു. ഗുജറാത്തി മൂവി, ഗുജറാത്തിയുടെ ആ ഭാഷ ഞാൻ പഠിച്ചു. അപ്പം ലാസ്റ്റ് തീർന്നപ്പം എനിക്ക് കുറച്ച് സന്തോഷം തോന്നി. അപ്പം എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ഹിറ്റാവണം. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഈ സിനിമ ഒരു അവാർഡ് അച്ചീവ്മെൻ്റൊക്കെ നേടണം എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും ഈ സിനിമ ഇപ്പോൾ വരട്ടെന്ന് ഞാൻ. കൈവിരലിൽ മോതിരം കുടുങ്ങി വേദന അസഹനീയമായ വയോധികന് ആശ്വാസം നൽകി വൈക്കം അഗ്നിരക്ഷാസേന. മാംസം പുറത്തേക്ക് തള്ളി കൈവിരലിന് വേദനയുമായി എത്തിയ മാഞ്ഞൂർ സ്വദേശിക്കാണ് വൈക്കം അഗ്നിരക്ഷാസേന ആശ്വാസമായത്. മാഞ്ഞൂർ പാലാപ്പറമ്പിൽ 68 വയസ്സുള്ള രാജനാണ് വർഷങ്ങളായി മോതിരം കൈവിരലിൽ കുടുങ്ങിയത് മൂലം വേദന അനുഭവിച്ചിരുന്നത്. എന്നാൽ വൈക്കം അഗ്നിരക്ഷാ നിലയത്തിലെത്തിയ രാജന്റെ വേദന കണ്ട് മോതിരം അറുത്തുമാറ്റാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുകയായിരുന്നു. SFRO രഞ്ജിത്ത് പിള്ളയുടെ നേതൃത്വത്തിൽ അരമണിക്കൂർ സമയമെടുത്ത് മോതിരം മുറിച്ചുമാറ്റി. ഇതോടെ രാജൻ വർഷങ്ങളായി അനുഭവിച്ചു വന്ന വേദനയ്ക്കും ആശ്വാസമായി. മാനസിക വെല്ലുവിളി നേരിടുന്ന രാജനെ പിന്നീട് അഗ്നിരക്ഷാ നിലയത്തിലെ വാഹനത്തിൽ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജയകൃഷ്ണൻ, പ്രജീഷ്, പ്രശാന്ത്, ശങ്കർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. KPSTA റവന്യൂ ജില്ലാ നേതൃപരിശീലന ക്യാമ്പ് സമാപിച്ചു. 2 ദിവസങ്ങളിലായി വയലാറിലാണ് ക്യാമ്പ് നടന്നത്. വയലാർ മേഴ്സി രവി ഹാളിൽ നടന്ന ക്യാമ്പ് മുൻ KPCC നിർവാഹക സമിതി അംഗം KR രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പല പോഷക സംഘടനകളും സർവീസ് സംഘടനകളും എല്ലാം ഉണ്ട്. വളരെ കുറേ നാളത്തെ എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ ശക്തമായിട്ടും പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന 3-4 സംഘടനകളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന സംഘടനയാണ് KPST. മറ്റൊരു പ്രസ്ഥാനം കേരള NGO അസോസിയേഷൻ. കാരണം എല്ലാ വർഷവും
സംഘടനയുടെ യോഗങ്ങൾ ചേരുകയും കണക്കും റിപ്പോർട്ടുകളും എല്ലാം അവതരിപ്പിച്ച് പാസ്സാക്കുകയും കോൺഗ്രസിൽ വ്യത്യസ്തമായി സംഘടനാ ഭാരവാഹികളെ ജനാധിപത്യ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം, ഊർജിതമായ സംഘടനാ പ്രവർത്തനം നടത്തുവാൻ ഈ സംഘടനയ്ക്ക് കഴിയും. അധ്യാപകരുടെ പ്രശ്നങ്ങൾ എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങളാണ്. നേരത്തെയെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്തും UDFന്റെ ഭരണകാലത്തുമെല്ലാം UDFന്റെ സർക്കാരുകളെ മുട്ടുകുത്തിക്കുവാനും ചോരയിൽ മുക്കി കൊല്ലുവാനുമുള്ള ഒട്ടേറെ സമരങ്ങൾ നടത്തിയ ഒരു സംഘടനകളായിരുന്നു ഇടതുപക്ഷ സ്വഭാവ സംഘടന. ഉമ്മൻചാണ്ടി സാറിന് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. റവന്യൂ ജില്ലാ പ്രസിഡന്റ് KD അജിമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കുന്ന പുതിയ സ്കൂൾ സമയമാറ്റം അവസാനിപ്പിക്കണമെന്നും തസ്തിക നഷ്ടപ്പെടുന്ന മുഴുവൻ അധ്യാപകരെയും സംരക്ഷിക്കണമെന്നും ആധാർ കാർഡില്ല എന്ന പേരിൽ കുട്ടികളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഘടനാ നേതാവ് സംഘാടനം എന്ന വിഷയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ ക്ലാസ് നയിച്ചു. സംസ്ഥാന ട്രഷറർ അനിൽ വട്ടപ്പാറ വാർഷിക കലണ്ടർ വിശകലനം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ബിജു, സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ, R തൻജ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് VN അജയൻ, KPSTA ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ K രഘുകുമാർ, ബിനോയ് വർഗീസ്, സോണി പവേലിൽ, V ശ്രീഹരി, S അമ്പിളി, ജില്ലാ ട്രഷറർ രാജീവ് കണ്ടല്ലൂർ, മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം PR യേശുദാസ്, സംസ്ഥാന കൗൺസിലർമാരായ ഷെർലി തോമസ്, പ്രമോദ് ജേക്കബ് തുടങ്ങി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മുഖൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 150ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ ക്യാമ്പ് കോട്ടയം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടന്നു. KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിജി സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് V ജയപ്രകാശ് ട്രേഡ് യൂണിയൻ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് PM സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TS അജിമോൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഷെരീഫ്, ഷാജി മോൻ ജോർജ്, ഡോക്ടർ ഷേർലി ദിവന്നി, NS ഷായിൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ KR ഷേർലി, ഡോക്ടർ പ്രശാന്ത് സോണി, ജില്ലാ വൈസ് പ്രസിഡന്റ് S ശ്രീകുമാർ, ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ സിനിയ അനുരാഗ തുടങ്ങിയവർ സംസാരിച്ചു. KGOAയിൽ ചേർന്ന അംഗങ്ങളുടെ പട്ടികയും അംഗത്വ ഫീസും അഡ്വക്കേറ്റ് V ജയപ്രകാശിന് ഡോക്ടർ CG സോമരാജൻ കൈമാറി. ചേർത്തല സംസ്കാരയുടെ 26ാമത് വാർഷികാഘോഷം നടന്നു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, സലിയപ്പൻ അന്ധകാരനഴിയെ ആദരിക്കൽ, ഗാനമഞ്ജരി എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സിൽ നടന്ന സംസ്കാരയുടെ വാർഷികാഘോഷം ചേർത്തല നഗരസഭാ പ്രതിപക്ഷ നേതാവ് P ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ സാംസ്കാരിക കൂട്ടായ്മകൾ കാണാൻ സാധിക്കും. മറ്റെല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ലാഭം ഉണ്ടാവും. പക്ഷേ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് അങ്ങനെ വ്യക്തിപരമായ ഒരു ലാഭം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ കൂട്ടായ്മകൾക്ക് പ്രത്യേകതയുള്ളത് നിങ്ങൾ ഈ സമൂഹത്തെ നേരിൽ കളിക്കുവാൻ നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള കൂട്ടായ്മ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാ മാസവും ഒരുമിച്ച് കൂടിയിരുന്ന് നിങ്ങളുടെ കവിതകളും കഥകളും ലേഖനങ്ങളും ഒക്കെ പരസ്പരം വായിക്കുകയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപപ്പെടുകയും അത് സമൂഹത്തിന് നന്മയ്ക്കായിട്ട് പരസ്പരം വാരികയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു കൂട്ടായ്മയാണ് സാംസ്കാരിക കൂട്ടായ്മ. സംസ്കാര പ്രസിഡന്റ് വെട്ടക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു. റോയൽ കോളേജ് പ്രിൻസിപ്പൽ KP സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രശസ്ത ശില്പിയും എഴുത്തുകാരനുമായ PV സലിയപ്പൻ അന്ധകാരനഴിയെ ആദരിച്ചു. KK ജഗദീശൻ, കമലാസനൻ വൈഷ്ണവം എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടിയിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബേബി തോമസ്, എഴുപുന സുരേന്ദ്രൻ, ശെൽവരാജ് PK, തുറവൂർ സുലോചന, TV ഹരികുമാർ, MD വിശ്വംഭരൻ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് കഥ, കവിത അരങ്ങ്, ഗാനമഞ്ജരി എന്നിവയും നടന്നു. ജോസ് അറുകാട്ടി സ്വാഗതവും പ്രദീപ് നന്ദിയും പറഞ്ഞു. റേഷൻ കാർഡ് തരം മാറ്റവുമായി ബന്ധപ്പെട്ട തീയതി നീട്ടി. ഈ മാസം 30 വരെ അപേക്ഷിക്കാം. മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള, നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി ജൂൺ 15 നിന്ന് ജൂൺ 30 നീട്ടി.
ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ചരമവാർത്ത. എച്ച് സലാം MLA മാതാവ് വണ്ടാനം ഉച്ചിപ്പുഴയിൽ BV അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം കുറവൻതോട് പള്ളിയിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചേർത്തലയിൽ നടന്ന മൈക്രോ തൊഴിൽ മേളയിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കാളികളായി. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് തൊഴിൽ മേള നടന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണം. പള്ളിപ്പുറം പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസെടുത്ത് പോലീസ്. വൈക്കം വെട്ടിക്കാട്ടുമുക്ക് പാലത്തിൽ നിന്ന് മാറ്റിൽ ചാടി കാണാതായ സ്കൂട്ടർ യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. മാന്നാർ പൂഴിക്കോൽ കരോട്ട് പുത്തൻപുരയ്ക്കൽ KN ബൈജുവിന്റെ മൃതദേഹമാണ് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് നിന്നും കണ്ടെത്തിയത്. 56 വയസ്സായിരുന്നു. സർക്കാർ ഓഫീസ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.